മുൻപ് വലിയൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നനച്ച വണ്ടി അങ്ങനല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നനച്ച വണ്ടി കയറിയ നനച്ച സ്ഥലത്തേക്ക് പോക മുടിയാതെ അതൊക്കെ ഒരു വണ്ടി വരും, ഒരു നേറുമിറുക്ക്. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നനച്ച വണ്ടി കയറിപ്പോയ ഒരാൾ ദേ ജയിലിൽ കമ്പേഴി എണ്ണുവാണെന്ന് പറയാൻ പോലും നാക്ക് വളയ്ക്കാൻ കഴിയാത്ത തരത്തിൽ ലോക്കാക്കി കളഞ്ഞു. ഡാൻസ്, പാട്ട്, റെയ്ഡ്, ചാരിറ്റി, ചായപ്പൊടി, ഭാഗ്യക്കുറി വിൽപ്പന, കള്ളുഷാപ്പ്, ഇറച്ചിക്കട, 1000 ഏക്കർ, അങ്ങനെ അങ്ങനെ എങ്ങനെ നടന്ന മനുഷ്യനാ. ഇതിപ്പോ ഡ്രസ്സ് മാറണ്ട, നമ്പർ ഇട്ടാൽ മതിയെന്ന് പറയുന്നു നാട്ടുകാർ. ഇതിലും കഷ്ടമാണ് ഇപ്പോൾ ഫാൻസാറുടെ അവസ്ഥ. മുൻപ് ബോച്ചയുടെ വീഡിയോ കണ്ടാൽ എന്നാൽ ഇപ്പോൾ 16 ലക്ഷത്തിലേറെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, ഒരു ദിവസം ഗ്യാപ്പില്ലാതെ റീൽസ്, അതിന് കൊടുക്കുന്ന വെറൈറ്റി തമ്പ്, ഈ വീഡിയോക്കൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻസ്. ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരി വെർബൽ റേപ്പിസ്റ്റുകളുടെ തലയായി മാറിയ കഥ, അതേ തലയും താഴ്ത്തി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് പോയ കഥ, അതൊരു വല്ലാത്ത ജാതി ഒരു കഥയാണ്. വേറെ എന്ത് സംഭവം അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു സംഭവത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വരെ അറിയാത്ത മലയാളികൾ ഈ പരിസരത്തങ്ങ് ഉണ്ടാവാൻ സാധ്യതയില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ആദ്യം ഓടുന്നത് കമന്റ് ബോക്സിലേക്കായിരിക്കും. അയാൾ തുടങ്ങി വെച്ച ഒരു കാര്യം പല രീതിയിൽ പൂരിപ്പിക്കാൻ അവിടെ ഒരു പട തന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവിടെ ഒരു ശുഷ്കാന്തി കണ്ടില്ലേ മല്ലയ്യ? ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരം തുടങ്ങിയത് എന്നാണെന്ന് തിരഞ്ഞു ചെന്ന പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ കൂടിയതനുസരിച്ച് അയാൾ തന്റെ ആയുധം തേച്ചു മിനുക്കിക്കൊണ്ടേയിരുന്നു. നാക്ക് ഒരു ചെറിയ പെൺകുട്ടിയെ സൈക്കിളിന്റെ ബാക്കിലിരുത്തി പറഞ്ഞ അന്നത്തെ ആ ഡയലോഗ് വാത്സല്യം കൊണ്ടായിരിക്കില്ലേ? ഏതോ ഒരു പാവം ചേട്ടന്റെ കടയിലെ പഴംപൊരി എടുത്ത് നടത്തിയ ഒരു പുകഴ്ത്തൽ, അത് വാത്സല്യം കൊണ്ടാണോ? ഒരു വീട്ടിൽ പാലുകാച്ചലിന് പോയിട്ട് ആ ചേട്ടനെയും ചേച്ചിയെയും നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു ഡയലോഗ്. ഇങ്ങനെ ബോച്ച എന്ന് അടിച്ചാൽ വരുന്ന വീഡിയോസ് കണ്ടാൽ അയ്യേ അയ്യേ. ഇങ്ങനെ ഈ ഡബിൾ മീനിങ് മാർക്കറ്റിംഗ് മറ്റൊരു തലത്തിലേക്ക് എത്തിയത് ഈ സെലിബ്രിറ്റികളുമായുള്ള കൊളാബറേഷൻ കൊണ്ടാണ്. ഹണി റോസ് ഇനാഗുറേഷൻ സ്റ്റാർ എന്ന രീതിയിലേക്ക് മാറിയതിന് പിന്നാലെ ഈ ബോച്ചയുടെ പല സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ മില്യൺ വ്യൂസ് അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ഓളം ഉണ്ടാക്കിയതുമാണ്. ഇതിപ്പോൾ തുടങ്ങിയ കേസാണെന്ന് വെറുതെ പോലും വിചാരിക്കരുത്. കഴിഞ്ഞ വർഷം കണ്ണൂർ ആലക്കോട്ടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അനുമതിയില്ലാതെ കയ്യിൽ കയറി പിടിച്ചു, കഴുത്തിൽ നെക്ലസ് അണിയിച്ചു, ഒന്നും പോരാഞ്ഞിട്ട് ഈ നെക്ലസ് കാണിക്കാൻ വേണ്ടി തിരിച്ചു നിർത്തി ഒന്നാന്തരം ഒരു ഡയലോഗ് പറഞ്ഞു. പിന്നെ ഒരു ജിമ്മിന്റെ വീഡിയോ ഒക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. ആൾ ഹണി റോസിനെ അടുത്ത് നിർത്തി ഡമ്പലൊക്കെ എടുത്ത് ഒരു കൂറ ഡയലോഗ് പറയുന്നുണ്ട്, പ്ലേ ജിം എന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു ഡയലോഗ് വേറെ രീതിയിൽ തിരിച്ചും പറയാം, കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം ജയിലിൽ നിന്ന് കിട്ടും. ഇതൊക്കെ അറിയാത്ത കാര്യമൊന്നുമല്ല, എന്നാലും ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അറസ്റ്റിന് ശേഷം ജാമ്യം നിഷേധിച്ചെന്നറിഞ്ഞപ്പോൾ അയ്യോ അമ്മേ എന്നൊരു പോക്കായിരുന്നു ബോച്ചെ കോടതി മുറിയിൽ. പ്രഷർ കുറഞ്ഞതാണ്, എങ്ങനെ കുറയാതിരിക്കും? അത് പോട്ടെ, പ്രതീക്ഷിക്കാത്തത് അസ്ഥാനത്ത് കിട്ടുമ്പോൾ പ്രഷർ കുറയും, സ്വാഭാവികം. കാക്കനാട് ജയിലിലേക്ക് പോയ ബോച്ചെ പത്രം താഴെ വിരിച്ചാണ് കിടന്നുറങ്ങിയത്. ഫാൻസ് അസ്വസ്ഥരായി. പ്രളയത്തിന്റെ സമയത്ത് കാലിൽ വിറകടി കൊള്ളാതെ രക്ഷിച്ച ദൈവമാണ് സാറേ ആ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് PR-കാർ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ മുറിയിൽ ഫാൻ ഇട്ടില്ല, ഇരുട്ടത്തിരുത്തി എന്നൊക്കെ പറഞ്ഞ് വൻ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോലീസ് ജീപ്പൊക്കെ പിടിച്ചു നിർത്തി ഒരു കലാപമൂടൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ബോച്ചയെ കൊണ്ടുപോയത്. ഇപ്പോൾ കിടക്കണ വലിയതോ സ്ഥലത്താ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഫാൻസിന് സ്വസ്ഥതയില്ല. എത്ര മനുഷ്യരുടെ അത്താണിയാണ് ആ കൊതുകടി കൊണ്ട് കിടക്കുന്നത്. അതെ, ചാരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പലതിനുള്ള ലൈസൻസ് ആണല്ലോ. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? ഹണി റോസിനെ ഒരു ദേവിയുമായി ഉപമിച്ചതോ? ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ആ ദേവിയായിട്ട് തോന്നിപ്പോയത് തുറന്നു പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? കുന്തി ദേവി അപമാനിച്ചെന്ന് പറഞ്ഞ് ശാഖയിലേക്ക് ആള് പോയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനാണ് പുറത്തിറങ്ങുമ്പോൾ അറസ്റ്റ് കാണത്തില്ലല്ലോ. നടിയെ കയറി പിടിച്ചിട്ടില്ലെന്നും കൈ കാണിച്ചപ്പോൾ പിടിച്ചു പോയതാണെന്നും ഒക്കെ ഇന്നലെ ബോച്ചയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ വാദങ്ങൾ നിരത്തി വാദിച്ചിട്ടും രക്ഷ ഉണ്ടായില്ല. അല്ല, ആര് കൈപൊക്കി കാണിച്ചാലും ഇയാൾ കയറി അങ്ങ് പിടിക്കുവോ? സത്യം പറഞ്ഞ ബോച്ചയുടെ നിഷ്കളങ്കമായ മനസ്സാണ്. ഓരോന്ന് കേട്ടിട്ട് മറ്റേ മീനിങ്ങിലൊക്കെ എടുക്കുന്നത് നിന്റെയൊക്കെ ദൂഷിച്ച മനസ്സ്. എങ്ങനെയുണ്ട്? ഫ്രഷ് അല്ല, മറ്റേത് വന്നോ? എന്ത്? അല്ല, ഹണിയുടെ തുണി അത് പണം ഇല്ല, ഇപ്പൊ പറയാൻ കഴിയില്ല. ഹണി റോസിന്റെ കമന്റ് ബോക്സ് ഒക്കെ ശുദ്ധീകരിച്ചു. പണ്ട് ഭാവനകളൊക്കെ ഉണർത്തി വാരി എഴുതിയിരുന്ന കമന്റ് തൊഴിലാളികളൊക്കെ ഇപ്പോൾ ഉറക്കത്തിലാണ്. പ്രതികരിച്ചതിന് അഭിനന്ദനങ്ങൾ മോളെ, പവർ വുമൺ.
ഇതാണ് പെണ്ണ് എന്നൊക്കെ പഴയ അമ്മാവന്മാരും പുതുതലമുറയിലെ വസന്തങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിലൊന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ മൊത്തത്തിലൊന്ന് ന്യായീകരിച്ച് മെഴുകാൻ ഇനി ആരുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് അയാൾ വരുന്നത്. അതെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ലൈംഗികാധിക്ഷേപങ്ങൾ വെളുപ്പിക്കാൻ രക്ഷകൻ തന്നെ അതങ്ങനെ. ഈ അവസരത്തിൽ പറയാൻ പറ്റുമോന്നറിയില്ല, വർഷങ്ങൾക്ക് മുൻപ് ജയിലിലെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തെലങ്കാനയിലെ ഏതോ ഒരു ജയിലിൽ ഒരു ദിവസം കാശ് കൊടുത്ത് പോയി കിടന്നിരുന്നു. 500 രൂപയ്ക്ക് 24 മണിക്കൂർ ജയിലിൽ കഴിഞ്ഞത് ഓർക്കുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വൻ ഓഫർ അല്ലേ? 10 കാശ് ചെലവില്ലാതെ 14 ദിവസം. അത് കഴിഞ്ഞിട്ടും ഓഫർ നീട്ടാൻ പ്രാർത്ഥിക്കാം. ഇനി ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന പോലെ ആ ദേവി പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആ വായിൽ നിന്ന് ഇനി ഉണ്ടാകുമോ? എന്താണേലും ഉടനെ വേണ്ട, ഡയലോഗ് അടിക്കാൻ പുതിയ ലിപി തന്നെ ഉണ്ടാക്കണം. ഇപ്പോ ഒന്ന് ഒതുങ്ങിയെങ്കിലും ഫാൻസുകാരും ഉണ്ടാവും കൂടെ, ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞ പോലെ ജയിലിലെ കമ്പി ഒന്നും എണ്ണാൻ നിൽക്കണ്ട, എണ്ണയാ തന്നെ വിളിച്ച് പറയാൻ നിൽക്കണ്ട. ശരി എന്നാ.